ഹലോ ഹായ്, നമുക്കിന്ന് കേരച്ചൂര കറി വയ്ക്കാം. ഓക്കെ, നാടൻ രീതിയിൽ കറി വയ്ക്കാം. കാണാം. നല്ലൊരു ചൂര കിട്ടി. 1.5 കിലോ ചൂരയാണ്. ചൂരയല്ല, കേരയാണ്. അതിൽ എടുക്കുന്നത് കാണിക്കാം. ചട്ടി വെച്ചത് കഴിഞ്ഞാണ് വീഡിയോ എടുക്കാൻ എന്ന് തോന്നിയത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിയിട്ട് ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അത്രയായി. അത് നല്ലതായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ചേരുവകളൊക്കെ ചേർക്കുന്ന കാണാം. വിറക് വെച്ച അടുപ്പയിലാണ് വെച്ചതേ. അടുപ്പിൽ വെച്ച് കറി വയ്ക്കുന്ന അത്രയും രുചി നമ്മൾ ഗ്യാസിൽ വെച്ചെടുത്താൽ കിട്ടത്തില്ല. തീ കത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ചെടുത്ത് പിന്നെ വെന്ത് പറ്റി കുഴമ്പ് പരുവത്തിലാകുമ്പോൾ ഇരുന്ന് പറ്റണം. ഇപ്പോഴത്തേക്കൊരു അത് കൂട്ടി നോക്കുമ്പോൾ ഒരു രുചിയൊക്കെ ഉണ്ടാകും. ഗ്യാസിനകത്താകുമ്പോൾ നമ്മളങ്ങ് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. രുചി വേണമെങ്കിൽ അടുപ്പിൽ വെച്ച് കറി ഉണ്ടാക്കണം. സാമ്പാറായാലും അങ്ങനെ തന്നെ. കുക്കറി വയ്ക്കുന്നതിൽ കൂടുതൽ കലത്തിൽ എല്ലാം ഇട്ട് അടുപ്പിൽ വെച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ ആ പഴയ രുചി കിട്ടത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഇതിപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് കറി ഉണ്ടാക്കാം നാടൻ രീതിയിൽ. ഒന്ന് കണ്ടു നോക്കാം. ചെറിയ തീയിൽ ഇടണം. ലാസ്റ്റ് വരുമ്പോൾ എല്ലാം ചേരുവകളെല്ലാം ചേർത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ആ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് അങ്ങ് വഴണ്ട് വരും. അയ്യോ, ഓക്കെ. ഇച്ചിരി സമയം എടുക്കും അടുപ്പിലാവുമ്പം. അതേ ഉള്ളൂ ബുദ്ധിമുട്ടെന്ന് പറയാൻ. അരപ്പിട്ട് കൊടുത്തപ്പോൾ എടുത്തില്ല. അതൊക്കെയാണ് എൻ്റെ പണി. ഒന്നെടുക്കുമ്പോൾ ഒന്നും ഓർക്കത്തില്ല. ചൂടുവെള്ളമാണേ, തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. അരപ്പ് ചേർത്ത് മൂത്ത് വന്നപ്പം ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി പുളി വെള്ളവും കൂടെ ഒഴിക്കണം. അത് പുളി നമ്മൾ അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ പുളി പിഴിഞ്ഞെടുത്തിട്ട് പുളിയുടെ വെള്ളം ഒഴിക്കണം. അതാ ടേസ്റ്റ്. പുളി വാരി ഇടുന്നതിനേക്കാളും അത് അങ്ങനെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞതാണ്. അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്നതാണ്. അതങ്ങോട്ട് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൽ കിടന്ന് ഇനി തിളച്ച് വരുമ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ഉത്സവമാണ് നല്ല നടയിൽ നാളെ വെള്ളിയാഴ്ച, മീനൻ 2ാം വെള്ളിയാഴ്ച പെരുവരുത്തി മലനട ഉത്സവമാണ്. കുറച്ചൊക്കെ വിരുന്നുകാരൊക്കെ കാണും. കൂടുതൽ പേരൊന്നും കാണത്തില്ല. പണ്ടത്തെ കണക്കൊന്നും വിരുന്നുകാരൊന്നും അധികം ഇല്ല. ഇപ്പം പിന്നെ മോൻ്റെ കൂട്ടുകാരും അച്ഛൻ്റെ ഫ്രണ്ടുകളും ഒക്കെ ഉണ്ട്. കുറച്ച് പേര് വരും, കൂടുതലൊന്നും ഇല്ല. അതിന് വെച്ച് കറി വെച്ച് വെക്കാമെന്ന് വെച്ച് ഇന്ന്. ഇനി കുറച്ച് കറികളൊക്കെ ഇച്ചിരി ഇഞ്ചി വയ്ക്കണം, മാങ്ങ അച്ചാറിടണം. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് മോര് കറി വയ്ക്കണം, സാമ്പാർ വയ്ക്കണം. അതൊക്കെ ഇന്ന് രാത്രിയായിട്ട് വെച്ചാൽ നാളെ പിന്നെ കുറച്ച് കറികളൊക്കെ വെച്ചാൽ മതിയല്ലോ. ലീവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അന്നേരം അങ്ങനെ ആകുമ്പോൾ ഉത്സവത്തിനും കൂട്ടുകാരൊക്കെ വരും. പ്രാവശ്യം അയാളും ഉണ്ട്. അതുകൊണ്ട് അയാളുടെ കൂട്ടുകാരൊക്കെ വരും. ഓക്കെ, എൻ്റെ കഷ്ണമെല്ലാം പറക്കിയിട്ട് തിളച്ച് കറി എന്താ സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ശകലം എടുത്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്.
ഓക്കെ. ഇതേപോലെ നാടൻ രീതിയിൽ കറി വയ്ക്കണം. സ്റ്റൗവിലൊന്നും വയ്ക്കാതെ, ഗ്യാസിലൊക്കെ വയ്ക്കാതെ അടുപ്പിൽ വയ്ക്കണം കേട്ടോ. കറി വെച്ചാൽ നല്ല രുചിയുണ്ട്. നാളെ ആകുമ്പോൾ ഇത് നല്ല പരുവത്തിലിരിക്കും. അടച്ച